എം സ്വരാജ് യുദ്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പിനെ സംബന്ധിച്ച് ചിലർക്ക് പൊള്ളലേറ്റവർക്ക് ഒരു മറുപടി ഞാൻ കേൾപ്പിക്കുകയാണ്. സ്വരാജ് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് മനോരമയുടെ അഭിമുഖത്തിൽ പറഞ്ഞ വാചകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൊറിയാൻ മെനക്കെടുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണത്. എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ്. അതിൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ്. ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുൻപോട്ട് പോകാൻ ഊർജ്ജമാകുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ചു മാറില്ല. അതെ, എനിക്ക് എൻ്റെ വഴി. ഒരു കാര്യം എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ അതിന് എന്ത് സംഭവിച്ചാലും അതിനൊപ്പം നിൽക്കുമെന്നുള്ള നിലപാട്. ആ നിലപാടിലൂടെ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് ഇടതാശയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ യുദ്ധത്തെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ കുറിച്ചത്. അത് ചില കേന്ദ്രങ്ങളിൽ വല്ലാത്ത പൊള്ളലുണ്ടാക്കി. ആ ഫേസ്ബുക്ക് കുറിപ്പിനെ വളച്ചൊടിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ചു. വ്യക്തിയോടുള്ള എതിർപ്പിനെ നേരിടുന്നത് ഇങ്ങനെ അവർ എഴുതുന്നതിനെ ഇല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടാണല്ലോ. സ്വരാജ് പറഞ്ഞത് കൃത്യമാണ്. യുദ്ധം കെടുതിയാണ്. സുരക്ഷിത താവളങ്ങളിൽ ഇരിക്കുന്നവർക്ക് യുദ്ധം പൂരമായൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന കെടുതികൾ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അത് അവസാനിപ്പിച്ചു പോകുന്ന ഇരകൾ, അതിനെയെല്ലാം എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി എഴുതിയ കുറിപ്പ് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാകും. സിനിമാ സ്റ്റൈൽ മൈൻഡുള്ളവർക്കും സിനിമ പോലെയാണ് യഥാർത്ഥ ജീവിതമെന്ന് കാണുന്നവർക്ക് യുദ്ധമുണ്ടാകട്ടെ, കെടുതികൾ വരട്ടെ, അത് കണ്ട് സുരക്ഷിത താവളങ്ങളിലിരുന്ന് കൈയടിക്കാം, ആസ്വദിക്കാം. ചിതറിപ്പോകുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ യുദ്ധത്തെ ആഘോഷമാക്കുന്നവർക്ക് ചിലപ്പോൾ ആ എഴുത്തിൻ്റെ അകക്കാമ്പ് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണല്ലോ സ്വരാജും അവരും തമ്മിൽ അജഗജാന്തര വ്യത്യാസമായി മാറുന്നത്. അതുകൊണ്ട് സ്വരാജിനെ നിശബ്ദമാക്കി കളയാം, ആ പോസ്റ്റിൻ്റെ പേരിൽ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിശബ്ദമാക്കി കളയാമെന്നുള്ളവർക്ക് മനോരമയിലെ ആ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ്. അതിൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ്. ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുൻപോട്ട് പോകാൻ ഊർജ്ജമാകുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ചു മാറില്ല.